ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ്. എക്സസൈസ് ഒക്കെ ചെയ്ത് വിരളൊക്കെ കുറച്ച് ഓക്കെ ആയി. എന്താ ഡോക്ടർ എന്തൊക്കെ പറയുന്നു? ഡോക്ടർ ഒന്നും പറയുന്നില്ല, എനിക്ക് ഇന്ന് എക്സസൈസ് ഉണ്ട്. പിടിച്ചൊക്കെ കമ്മി 2 സൈഡ് കമ്മിയില് പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ കാല് മരയിപ്പുണ്ട്, തല കറക്കുണ്ട്. കിടന്നിട്ട് എണീറ്റ് ഇരുന്നാലും തലകറങ്ങും, ഇരുന്നിട്ട് നിന്നാലും തലകറങ്ങും. മരയിപ്പാണിപ്പോ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വർക്കല തിരുവനന്തപുരം വെച്ചെങ്ങാണ്ട് ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഒരു മദ്യപിച്ചൊരു വ്യക്തി പെൺകുട്ടിയെ തള്ളിയിട്ടൊരു സംഗതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. എനിക്കൊന്ന് ഈ പെൺകുട്ടിക്ക് 26-28 വയസ്സ് പ്രായം കണ്ട് ഉണ്ടാവുള്ളൂ തോന്നുന്നു. ശ്രീകുട്ടി എന്നാണ് പേര്. അപ്പം എല്ലാവരെയും പോലെ കാണാനും നടക്കാനും കൈകൾ ചലിപ്പിക്കാനും എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ, നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടന്നൊരു സംഗതിയാണ്. ട്രെയിനിൽ വെച്ചിട്ട് ട്രെയിന് അതിൻ്റെ പ്രോപ്രിയേറ്റർമാർ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ BJP സർക്കാരോ ആരും ആയിക്കോട്ടെ, ഇത് നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതേപോലെ ഈ ഇതിൻ്റെ കൾപ്രിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റകൃത്യം നടത്തിയ വ്യക്തി ആരാണ്? ഒരു മലയാളിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇവിടുത്തെ നിയമം, ജുഡീഷ്യറി സിസ്റ്റം പരാജയമല്ലേ? ഇതൊക്കെ പിന്നെ നമ്മുടെ സൗദി അല്ലെങ്കിൽ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ മാതിരി ഈ അപ്പോൾ തന്നെ സ്പോട്ടിൽ തട്ടണം, അല്ലെ അറുത്ത് കളയണ്ട, അല്ലെ മുറിച്ച് കളയണം, അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഈ പറഞ്ഞ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരിയോ അല്ലെ മാതാവോ അല്ലെ ഭാര്യയോ ആരും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷയം മനസ്സിലാവും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കൊച്ചാണ്. അത് താഴത്തെ ഫോട്ടോ പുള്ളിക്കാരിയുടെ മുന്നത്തെ ഫോട്ടോ ആണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കൊച്ചാണ്. ഇപ്പോൾ പാരലൈസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, മുഖം കോടിപ്പോയി. ഈ പറഞ്ഞ നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനം നിലച്ചിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല, ചലിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാലോചിച്ച് നോക്കി, ഒരു നേരത്തെ ഒരാളുടെ ചെറിയൊരു പിഴവ് കൊണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മൊത്തം സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഇല്ലാതാവും. എന്നാലോചിച്ച് നോക്കി, ഇവിടുത്തെ നിയമം എന്താണ്? നിയമത്തിന് പട്ടി വിലയ ആൾക്കാർ കൽപ്പിക്കുന്നത്. ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ പോലും വലിയ താമസിയാതെ ആൾക്കാർക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരാം. ഇനി അതല്ല, ജയിലിൽ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും കൃഷ്ണാനം, മറ്റേ 3 നേരം ഭക്ഷണം ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അങ്ങനത്തെ ഒരു കാലമാണ്. ആശുപത്രി ചെലവ് താങ്ങാവുന്നതിലധികം 5 മാസമായി ഒരു മന്ത്രി പോലും ഫോണിൽ വിളിച്ചില്ല. വർക്കല ട്രെയിൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി. ഇതില് കമന്റ് ബോക്സിൽ ഒത്തിരി പേര് പിന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വാക്കുപോരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കാർ കേന്ദ്രത്തിനെ പറയും, കുറച്ച് പേര് സംസ്ഥാനത്തിനെ പറയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ 2020 കഴിഞ്ഞ വർഷമല്ലേ ഈ പറഞ്ഞ പെൺകുട്ടിയെ വർക്കലയിൽ ട്രെയിനിൽ വെച്ചിട്ട് ഒരു സുരേഷ് എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു, സുരേഷ് കുമാറും പറഞ്ഞ ക്രിമിനൽ പിന്നെ തള്ളിയിടുന്നത്. അപ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ട് ഈ പറഞ്ഞ വിദ്യാർത്ഥിയുടെ, ഈ പറഞ്ഞ ശ്രീകുട്ടി എന്ന് പറഞ്ഞ കുട്ടിയുടെ സുഹൃത്തുമുണ്ട്, സഹപാഠി. അപ്പോൾ പ്രതി ഇപ്പം 300 ഏതാണ് സെക്ഷൻ, ഏതൊരു സെക്ഷൻ പടി ജയിലിൽ കഴിയുവാണ് ഈ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ഈ പെൺകുട്ടി പാരലൈസ്ഡ് ആണ്, അതായത് നാഡീ ഞരമ്പുകൾക്കുണ്ടായിട്ടുള്ള ആഘാതത്തെ തുടർന്ന് കുട്ടിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. എന്താണ്, സൈഡൊക്കെ പാരലൈസ്ഡ് ആയിപ്പോയി. പെൺകുട്ടിയുടെ മുന്നത്തെ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഇപ്പം ഈ ഒരു അപകടത്തെ തുടർന്ന് അവൾ അവശ നിലയിൽ ഇങ്ങനെ എന്താണ് മുഖമൊക്കെ കോടി പോയിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. അപകട സമയത്ത് അല്ല, അതിനുശേഷം ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് പിന്നെ വളരെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോഴും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അന്ന് പിന്നെ ചികിത്സയിൽ ഉള്ള സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്തൊക്കെയോ ധനസഹായമോ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ ഏർപ്പെടുത്താം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുട്ടിയും ഈ പറഞ്ഞ കുട്ടിയുടെ മാതാപിതാക്കൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ചികിത്സ മാറ്റി. കാരണം അത് മേ ബി പിന്നെ കുട്ടിയുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മകള് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ഏതൊരു പാരന്റ്സും ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടിയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റി. കാരണം ഇപ്പോൾ ബെറ്റർ പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് അത് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ആ ഒരു കാരണം പറഞ്ഞിട്ട്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആണ് ചികിത്സ ഇപ്പോഴും തുടരുന്നതെങ്കിൽ ആരോഗ്യമന്ത്രി മേൽ പറഞ്ഞ സഹായം ലഭ്യമാക്കിയേനെ എന്നുള്ള തരത്തിൽ കുറെ അടിമ കമ്മികളുടെ കമന്റ് ഞാൻ അതിൽ കണ്ടു. അതൊരു തീർത്തും ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു കമന്റ് അല്ല അത്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേരുടെ കമന്റ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ആ പെൺകുട്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൈവിടുന്നത് ശരിയല്ല. മലയാളികൾ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളെ ഇന്ത്യയിൽ ഇപ്പം ഇത്രയധികം സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യത്വം, ഈ ഹ്യൂമാനിറ്റി ഉള്ള ആൾക്കാരായ നമ്മൾ മലയാളികൾ തന്നെയാണ്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. ബട്ട് ഈ ഒരു കാര്യത്തിൽ ഈ പിന്നെ എന്താണ് ഈ അവനവന്റെ പാർട്ടിയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ പറഞ്ഞ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു കിട്ടിയ ക്യാപ്സ്യൂള് വിഴുങ്ങാതെ മറ്റു ഒരുപറ്റ ആൾക്കാർ ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിനെയും അതേപോലെ കേന്ദ്ര സർക്കാരിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചാരിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ആൾക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേ അത് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? കേന്ദ്ര സർക്കാരിന്റെയാണ്. അത് സംസ്ഥാന പാതയിലുടനീളം
പിന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ ആവുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെയാണ് ആൾക്കാർ പരിഹസിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു ഉപമ. ഇപ്പൊ വല്ലവനും ഒരുത്തിയെ പിഴപ്പിച്ചിട്ട് ഒരു കൊച്ചുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് നിങ്ങൾ കൊടുക്കുക? അവന്റെ ക്രെഡിറ്റ് ആർക്ക് നിങ്ങൾ കൊടുക്കും? ഈ പിഴപ്പിച്ചവന് കൊടുക്കോ? അല്ലെങ്കിൽ പിന്നെ പിഴപ്പിച്ചവൻ ഇപ്പോൾ ഒരു വാഹനത്തിൽ സഞ്ചരിച്ച് ആ വാഹനം ഇന്നേ കമ്പനിയുടെതാണ്. ഒരു ഫോക്സ് വാഗൻ കാറിന്റെ ഫോക്സ് വാഗന്റെ ഒരു കാറിലാണ് ഈ പറഞ്ഞ പിഴപ്പിച്ചവൻ യാത്ര ചെയ്തത്. അപ്പൊ ആ ഫോക്സ് വാഗൻ എന്നുള്ള കമ്പനി നിങ്ങൾ പഠിച്ചാലോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ശരിക്കും ഇവിടെ നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രം സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അടികൂടാതെ നിങ്ങൾ ഈ പറഞ്ഞ കൾപ്രിറ്റ് ആയിട്ടുള്ള സുരേഷ് കുമാർ എന്നുള്ള വ്യക്തിയെ തക്കതായിട്ടുള്ള ശിക്ഷ അയാൾക്കെതിരെ നടപ്പിലാക്കണമെന്നും അയാളൊക്കെ വേഗം തന്നെ യമലോകത്തേക്ക് പറഞ്ഞയക്കാനും വേണ്ട സഹായം പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. എങ്ങനെയെങ്കിലും മറ്റേ ഹൈക്കോടതിയിൽ വാദിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇയാളെയൊക്കെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് നിങ്ങൾ മേടിച്ചു കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഈ പൊളിറ്റിക്സും പറഞ്ഞുകൊണ്ട് അത് കേന്ദ്രത്തിൻ്റെതാണ്, കേന്ദ്രമാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അടി കൂടുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഈ കേന്ദ്രത്തിന് കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ചില ആൾക്കാർ പറയും ഇത് നടന്നത് കേരളത്തിലാണ്, പിണറായി വിജയന്റെ പ്രബുദ്ധ കേരളത്തിലാണ് നടന്നത്. അപ്പൊ ഇത് സംസ്ഥാന സർക്കാരിനെയും കൂടെ വീഴ്ചയല്ലേ എന്നുള്ള ചോദ്യം വരും, അതും കൂടെ വരും. അപ്പൊ നിങ്ങൾ ഈ എല്ലാത്തിനും ഈ ഒരു കോയിന് രണ്ട് വശമുണ്ട്. അപ്പൊ അത് മറന്നുകൊണ്ട് നിങ്ങൾ ഈ അടി കൂടല്ലേ വെറുതെ. അതൊരു പെൺകുട്ടിയുടെ ജീവിതമാണ്, ഒരു ജീവിതം വെച്ചാണ് നിങ്ങൾ ഈ കമന്റ് ബോക്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഈ റിലിജൻ പൊളിറ്റിക്സ് കുത്തിക്കയറ്റരുത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. പിന്നെ ചികിത്സക്ക് തന്നെ ഇപ്പൊ നല്ല തുക ചെലവഴിക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഇൻഷുറൻസ് തുക ക്ലെയിം സംഗതികളൊക്കെ കിട്ടും, MACT ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഒരു ട്രെയിൻ ആക്സിഡന്റ് അല്ലത്. അതിപ്പം ട്രെയിൻ ആക്സിഡന്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ട്രെയിൻ അതിന്റെ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് തീർത്തും ഒരു ക്രിമിനൽ ഒഫൻസ്, അല്ലെങ്കിൽ ഒരാൾ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് ഇപ്പൊ കേസൊക്കെ എടുത്ത്, പക്ഷെ കേസ് എടുത്തതിനെ കൊണ്ട് ശരിക്കും ഇവർക്ക് എന്തെങ്കിലും പിന്നെ കാര്യമുണ്ടോ? കേസ് എടുത്ത് ഇപ്പൊ അയാളെ ജയിലോട്ട് പറഞ്ഞയച്ചു, അയാൾ ഇപ്പോഴും 3 നേരം 4 നേരം നല്ലോണം വെട്ടി വഴുങ്ങി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ? ഈ പെൺകുട്ടിക്ക് എന്താ കിട്ടുന്നത്? നീതി ലഭിക്കുന്നുണ്ടോ? ശരിക്കും ഈ പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ CMRF ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിലൊക്കെ എത്രയോ കണക്കിന് തുക ആൾക്കാർ പൈസ പിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം പോട്ടെ, നമ്മളെ കേരളത്തിൽ ഇപ്പം എന്തിനേറെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇൻഫോസിസിന്റെ പിന്നെ ആള്, പിന്നെ അതേപോലെ ലുലു ഗ്രൂപ്പിന്റെ ഉടമ മിസ്റ്റർ MA യൂസഫ് അലി സർ എന്ന് വേണ്ട എത്ര ഈ ബോബി ചെമ്മണ്ണൂർ മറ്റേ അങ്ങനെ ഇങ്ങനെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ഈ ബിസിനസ് പ്രൊമോഷനും അതേപോലെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഒരു ഫിലാന്ത്രോഫിസ്റ്റ് എന്നുള്ള ടാഗിൽ ഈ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായത്താൽ ഈ കുട്ടിയെ അങ്ങനെ ആരെങ്കിലൊക്കെ സമീപിച്ചിട്ട് ഈ കുട്ടിയെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഈ കേന്ദ്രം അല്ലെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല.